നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരത്ത് വീണ്ടും വാഹനാപകടം. KSRTC ബസും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ച് 11 പേർക്ക് പരിക്കേറ്റു. ഇന്ദിരാജിയുടെ സ്മരണയിൽ നാട്. വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. സംസ്ഥാനത്തിന് മാതൃകയാക്കാൻ ആലപ്പടമ്പിൽ കാർഷിക സേന ഒരുങ്ങി. സേനയുടെ ഉദ്ഘാടനം MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലും കോമ്പൗണ്ടിലും മാലിന്യം നിറയുന്നു. ശുചീകരണം നടത്താതെ സ്കൂൾ അധികൃതർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ക്യാൻസർ നിയന്ത്രണ പദ്ധതി 2ാം ഘട്ടത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. പരിയാരത്ത് വാഹനാപകടം. KSRTC ബസും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ച് 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 പരിയാരം എംബേറ്റിൽ വാഹനാപകടമുണ്ടായത്. പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസും എതിരെ വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസും ലോറിയും വിവിധ വശങ്ങളിലേക്ക് തെറിച്ചു. പോലീസും നാട്ടുകാരും ഏറെ നേരം പണിപ്പെട്ടാണ് ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ പുറത്തെടുത്തത്. ലോറി ഡ്രൈവർ കൊല്ലം സ്വദേശി സഫറുള്ള, KSRTC ഡ്രൈവർ കൂത്തുപറമ്പിലെ M ഷാജി, കണ്ടക്ടർ കണ്ണാടിപ്പറമ്പിലെ C വിജയൻ, യാത്രികരായ കരിവള്ളൂരിലെ TK രാജൻ, മഴൂർ സ്വദേശികളായ TP സപ്തവർണ്ണൻ, CP സവിത, പയ്യന്നൂർ അമ്പലം റോഡിലെ K രവീന്ദ്രൻ, കണ്ടോത്തെ TV സുഭാഷ്, കുറ്റ്യാറ്റൂരിലെ M കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് സ്വദേശി K കൃഷ്ണൻ, കടന്നപ്പള്ളി സ്വദേശി EK വീണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനാചരണം ഗാന്ധി പാർക്കിൽ നടന്നു. ദിനാചരണ ഭാഗമായി സർവമത പ്രാർത്ഥനയും അനുസ്മരണവും നടന്നു. ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. AD മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മോത്തിലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു. ആദ്യ കാലഘട്ടത്ത് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ മോത്തിലാൽ അതിനെതിരായിരുന്നു. പിന്നീടാണ് മോത്തിലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ കടന്നു വന്നത്. ചെറുപ്പക്കാരനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളോട് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച മണ്ഡലം പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VN എരിപുരം, CH യാസിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷയുമായ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തൃക്കരിപ്പൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഒക്ടോബർ 31 വെടിയേറ്റ് മരിച്ച മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ സ്മൃതി മണ്ഡപത്തിൽ ഇന്ദിരാജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV മുകുന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, PV കണ്ണൻ മാസ്റ്റർ, C രവി, KV വിജയൻ, TV ബാലൻ മാസ്റ്റർ, KV രാഘവൻ മാസ്റ്റർ, T സുരേഷ്, K ശ്രീധരൻ മാസ്റ്റർ, K അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പ്രിയദർശിനി മന്ദിരത്തിൽ കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ശ്രീനിവാസൻ, KV രാജീവൻ, CK അരുൺകുമാർ, അമൃത രാജ്, ഷംസുദ്ദീൻ, ദാമോദരൻ, രാജീവൻ വൈക്കത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയിൽ പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് പോയപ്പോൾ അതിശക്തമായ നേതൃത്വം നൽകിയുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണി മാറ്റിയ ഒരു നേതാവായിട്ടാണ് KV മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, C രവി, KV വിജയൻ, K ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാനത്തിന് വഴികാട്ടാൻ KSKTU ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി ഒരുങ്ങിക്കഴിഞ്ഞു. കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ തൊഴിൽ സേനയുടെ ഉദ്ഘാടനം മാത്തിലിൽ KSKTU സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു.
കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ കാർഷിക പെരുമ തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് KSKTU ആലപ്പടമ്പ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയും പി കൃഷ്ണൻ സ്മാരക കർഷക തൊഴിലാളി സംഘവും. ഇവരുടെ നേതൃത്വത്തിലുള്ള 175 പേരടങ്ങുന്ന തൊഴിൽ സേനയുടെ ഉദ്ഘാടനമാണ് മാത്തലിൽ നിർവഹിക്കപ്പെട്ടത്. കാർഷിക അനുബന്ധ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന തൊഴിൽക്ഷാമം ഇനി ഈ സേന പരിഹരിക്കും. 175 പേരെ 5 ക്ലസ്റ്ററുകളാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡറെ നിയമിച്ചു കഴിഞ്ഞു. ഇനി തൊഴിൽക്ഷാമം ഉള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടാം. വസ്ത്രവിധാനത്തിൽ വരെയുള്ള മാറ്റവുമായാണ് തൊഴിൽ സേന കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ധാരണ നമുക്ക് ഇഷ്ടം പോലെ മഴയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെള്ളത്തിന് വേണ്ടി കേരളക്കാർ വിഷമിക്കേണ്ടിണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ പൊതുവായ ചിത്രം. പക്ഷേ ഇക്കൊല്ലവും മനസ്സിലായി, കഴിഞ്ഞ കൊല്ലവും മനസ്സിലായി, ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോഴും മനസ്സിലായി നമുക്ക് വേണ്ടത്ര വെള്ളമില്ല. കിണറ്റിലെ വെള്ളം ഇപ്പോഴും തന്നെ നല്ലതുപോലെ താഴെ തലത്തിലേക്ക് പോയി. ഭൂഗർഭ ജലത്തിൽ നല്ല രീതിയിലുള്ള വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ കാർഷിക വൃത്തിയിലേർപ്പെട്ടവർക്ക് മിനിമം 10,000 രൂപ മാസവരുമാനം ഉണ്ടാക്കുവാൻ കഴിയണമെന്നും പ്രകൃതിയെ ധ്വംസിച്ച് ഇപ്പോഴുള്ള തരത്തിൽ പോകുകയാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാൽ ഹരിത കേരളം എന്ന സങ്കല്പം സ്വപ്നം മാത്രമായി മാറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ചടങ്ങിൽ P ശശിധരൻ അധ്യക്ഷനായി. V നാരായണൻ, C സത്യപാലൻ, CP രവീന്ദ്രൻ, P രവീന്ദ്രൻ, P ഉഷ, KM ബാലകേശവൻ, KV ഗോവിന്ദൻ, KD അഗസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ക്യാൻസർ നിയന്ത്രണ പദ്ധതി 2ാം ഘട്ടം വളണ്ടിയർ പരിശീലനം കണ്ണപുരത്ത് നടന്നു. P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കുന്നുണ്ട്. മലബാർ ക്യാൻസർ സെന്റർ ഒരു മെച്ചപ്പെട്ട ക്യാൻസർ ചികിത്സയുടെ കേന്ദ്രമാക്കി മാറ്റാം. എന്തെല്ലാം ചികിത്സാ രംഗത്ത് വരുന്ന പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ കൂടി സ്വായത്തമാക്കത്തക്ക നിലയിൽ ആ ക്യാൻസർ സെന്ററിനെ വിപുലപ്പെടുത്താനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റും സഹായത്തോടുകൂടി അവിടുത്തെ സൗകര്യങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിൽ ഉടനീളം ഈ പരിപാടി, ഈ തരത്തിലുള്ള ക്യാൻസർ വിമുക്ത ഗ്രാമങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടി ആവിഷ്കരിക്കാം. അതിന് മാതൃകയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം. ഇതിനെ ഒരിക്കൽ കൂടി ശ്ലാഘിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് വളണ്ടിയർമാരാണ് മുന്നോട്ട് വന്ന നിങ്ങളെയെല്ലാം ഈ സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടി ആർദ്രമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്യാൻസർ രോഗം തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വളണ്ടിയർ പരിശീലനം നൽകിയത്. പഞ്ചായത്ത് നടപ്പാക്കുന്ന ക്യാൻസർ വിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K മോഹനൻ, ഡോക്ടർ ഹരീഷ് PR, N ശ്രീധരൻ, CV സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും ഇന്റർലോക്ക് സമർപ്പണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KA സരള ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് വനിതാ സംഗമവും വനിതാവേദിയുടെ വകയായി തയ്യാറാക്കി നൽകിയ ഇന്റർലോക്കിന്റെ സമർപ്പണവും നടന്നത്. വനിതാവേദി പ്രസിഡന്റ് രുക്മിണി ടീച്ചറുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ KA സരള ഉദ്ഘാടനം ചെയ്തു. ശക്തി സ്രോതസ്സായിട്ടും തീരുമ്പോഴാണ് വനിതകൾക്ക് ശാക്തീകരണം ഉണ്ടാവുന്നത്. പ്രകൃതി അല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്കറിയാം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് മുഴുവൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സ്ത്രീ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്. അത് ഏതർത്ഥത്തിലും അത് അകവും പുറവും നോക്കിയാൽ കൃത്യമായി നമുക്ക് എല്ലാ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും പകർന്നു നൽകിയ സന്ദേശമാണ്. എല്ലാ വേദിയിലും നമ്മൾ അറിയുന്ന ഒരു കഥയുണ്ട്. V പ്രമോദ് വല്യച്ചൻ കോമരം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം P ജാനകി ടീച്ചർ ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. K നാരായണൻ, VV സരോജിനി, VP ശാരദ, CK നിർമ്മല, K രഘുരാമൻ, GK ഗിരീഷ്, N പത്മാക്ഷി ടീച്ചർ, P ശാന്ത ടീച്ചർ, KP ജാനകി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2017 ജനുവരി 7 മുതൽ 12 വരെയാണ് കരിവെള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര ഷൂട്ടേഴ്സ് ക്ലബ്ബ് ആതിഥ്യമരുളുന്ന 2ാമത് ഡ്രാമ ഫെസ്റ്റിന് വിളംബരമായി. കണ്ടംകുളങ്ങര കൈരളി ക്ലബ്ബ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൈരളി ക്ലബ്ബ് പരിസരത്ത് സമാപിച്ചു.
ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയിൽ കേരളീയ വേഷം ധരിച്ചെത്തിയ വനിതകളും മുത്തുകുടയും നിശ്ചല ദൃശ്യങ്ങളും പരിപാടി വർണ്ണാഭമാക്കി. സംഘാടക സമിതി അംഗങ്ങളും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് ആഗോള ഭീകരതയ്ക്കും മത തീവ്രവാദത്തിനുമെതിരെ സ്നേഹജ്വാല തെളിയിച്ചു. ഡ്രാമ ഫെസ്റ്റ് നവംബർ 1 മുതൽ 6 വരെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കല്യാശ്ശേരി ബ്ലോക്ക് ഗ്രാമവികസന സമിതി വർഗീയത, മതേതരത്വം, തീവ്രവാദം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിൻ്റെ മതേതരത്വ സങ്കല്പത്തെ, മതേതരത്വ തൂണുകളെ തരിപ്പണമാക്കാൻ സാധിക്കും എന്ന സ്വപ്നമായിരുന്നു, എന്ന വിചാരമായിരുന്നു. ഗാന്ധിയെ ഇല്ലായ്മ ചെയ്താൽ, ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഇവിടെയുള്ള ഹൈന്ദവ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഹൈന്ദവ ഫാസിസത്തിൻ്റെ മാത്രം അജണ്ടയായിരുന്നില്ല. ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുക, ഗാന്ധിയുടെ ആശയങ്ങളെ, ദർശനങ്ങളെ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് വർഗീയതയും തീവ്രവാദവും മതേതരത്തെ തകർക്കുന്ന സമീപനങ്ങളും. മതേതരത്തെ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണെന്ന് പി രാമകൃഷ്ണൻ പറഞ്ഞു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷാജിർ, BJP തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി ബേബി സുനാഗർ, അഡ്വക്കേറ്റ് അജയ്കുമാർ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അൻസാരി തില്ലങ്കേരി എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. K. ഉദയകുമാർ, P. ബൽറാം, സതീഷ് കടാങ്കോട്ട്, ഷമീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത സിവിൽ കോഡ് നയത്തിൽ പ്രതിഷേധിച്ച് ഉടുമ്പുന്തല മഹല്ല് സുന്നി യുവജന സംഘത്തിന്റെയും SKSSFന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉടുമ്പുന്തല സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ടൗൺ ഖത്തീബ് സിറാജുദ്ദീൻ ദാരിമി കാക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക ശരീഅത്തിന്റെ വേരോടെ പിഴുതെറിയാനുമുള്ള ശ്രമം നടക്കുമ്പോൾ നമ്മളറിയണം സഹോദരങ്ങളെ, ഇന്ത്യൻ മുസൽമാന്മാരുടെ കോടിക്കണക്കിന് മയ്യത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് മാത്രമേ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ കഴിയൂവെന്ന് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിറാജുദ്ദീൻ ദാരിമി പറഞ്ഞു. TC മുഹമ്മദ് മൗലവി അധ്യക്ഷത വഹിച്ചു. KP അബ്ദുൽ സമദ് ഹാജി, KNB അബ്ദുള്ള ഹാജി, P ഇസ്മായിൽ, ഫൈസി വയനാട്, MD ഇബ്രാഹിം സീതി, PM യാക്കൂബ്, VT ഷാഹുൽ ഹമീദ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങരയിൽ ഇന്ദിരാജി അനുസ്മരണം സംഘടിപ്പിച്ചു. KV രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഫാസിസം ഒരു ഭാഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. അത് നടപ്പാക്കുവാനുള്ള പ്രവർത്തന രീതിയുമായി ഭരണാധികാരികളും രാഷ്ട്രീയ സംഘടനകളും പോകുമ്പോൾ സോഷ്യലിസമാണ് എൻ്റെ മാർഗമെന്ന് ലോകരാഷ്ട്രത്തിനെയും ഇന്ത്യയിലെ ജനങ്ങളെയും വിളിച്ചോതിയ ആ മഹത് വ്യക്തിയുടെ മുമ്പിൽ നാം ഇന്നത്തെ ദിവസം പ്രണാമത്തോടുകൂടെ ഓർക്കുകയാണ്. നമ്മുടെയൊക്കെ ആവേശം കൊള്ളിച്ച ആ ജീവിതം വരും തലമുറയിലേക്ക് പാർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. VP കരുണാകരൻ മാസ്റ്റർ, കക്കപ്രവൻ മോഹനൻ, K. കുമാരൻ, മടപ്പള്ളി പ്രദീപൻ, റഷീദ് മുട്ടം, പൊങ്കാരൻ കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവള്ളൂർ സമരത്തിന്റെ 70ാം വാർഷികം സംഘാടക സമിതി യോഗം കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. കേരളപ്പിറവിയുടെ 60ാം വാർഷികം ആചരിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത്. 75 വയസ്സ് കഴിഞ്ഞവർക്കാണ് കേരളം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം ഇല്ലാതിരുന്ന ഒരു കാലത്തെ ശരിയായ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ കഴിയുന്നവരായിട്ടുണ്ടാവും. EP കരുണാകരൻ അധ്യക്ഷനായി. C. ഗോപാലൻ സ്വാഗതം ആശംസിച്ചു. KV ബാബു, MV അപ്പുക്കുട്ടൻ, M. രാഘവൻ, K. നാരായണൻ എന്നിവർ സംസാരിച്ചു. EP കരുണാകരൻ ചെയർമാനും K. നാരായണൻ ജനറൽ കൺവീനറായും 201 അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലും കോമ്പൗണ്ടിലും മാലിന്യം നിറയുന്നു. ശുചീകരണം നടത്താതെ സ്കൂൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപം.
നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കുമ്പോഴും ഇവിടെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ ഇന്നത്തെ കാഴ്ചയാണിത്. ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ പാർശ്വഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളും മറ്റും ഭക്ഷണം കഴിച്ച് ജനൽ വഴി പുറത്തേക്കെറിയുന്ന അവശിഷ്ടങ്ങൾ ഈ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിലാണ് ഇങ്ങനെയുള്ള മാലിന്യ നിക്ഷേപം. കൂടാതെ കാട് മൂടിക്കിടക്കുന്ന ഇവിടം വൃത്തിയാക്കാനോ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. വർഷങ്ങളായി ഇത് തുടരുന്നുമുണ്ട്. സ്കൂളിൽ തന്നെ നിരവധി സന്നദ്ധ സംഘടനകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് തന്നെ ശുചീകരണ പ്രവൃത്തി ചെയ്യിപ്പിക്കാവുന്നതാണ്. കേന്ദ്ര കേരള സർക്കാരുകൾ ശുചിത്വ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ മാതൃകയാകേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇവിടെ ശുചീകരണത്തിൽ തയ്യാറാകാത്ത സ്കൂൾ അധികൃതരുടെ നടപടി പ്രതിഷേധാർഹമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഒക്ടോബർ 31 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി INTUCയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ ഇന്ദിരാജ്യോതി പ്രയാണം സംഘടിപ്പിച്ചു. പാപ്പാരട്ടിൽ നിന്നാരംഭിച്ച പ്രയാണം ചെറുപുഴയിൽ സമാപിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്ദിരാജി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ പ്രസക്തമാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടാണ് INTUCയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ജ്യോതി പ്രയാണം നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ആരാധ്യയായ ഇന്ദിരാഗാന്ധി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്ദിരാഗാന്ധി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും മുദ്രാവാക്യങ്ങളും AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം ഈയക്കാട് രമണീയം 2016 കവിതാസ്വാദന സദസ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ പ്രിയ കവി ചങ്ങമ്പുഴയുടെ പ്രശസ്ത കൃതി രമണന്റെ 80ാം വാർഷികാഘോഷവേളയിൽ ഈയക്കാട് പ്രദേശത്തെ കുട്ടികളുടെ സർഗവാസനകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രമണീയം 2016 കവിതാസ്വാദന സദസ്സൊരുക്കിയത്. ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചില പ്രത്യേക പ്രയോഗങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതൊക്കെ കവിതയുടെ എഴുത്തിൽ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ചില സംഗതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് യഥാർത്ഥ വേണ്ടത്ര കാവ്യശിക്ഷണം ലഭിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന കുറവാണ്. അതിന് കവിത എഴുതുന്ന കുട്ടികൾ പോലും കവിത വേണ്ടയത്ര ഗൗരവത്തോടെ വായിക്കുന്ന ശീലമില്ലാത്തവരാണെന്നും അത് അവരുടെ കവിതയെഴുത്തിന്റെ ശക്തിയെ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുന്നുണ്ടെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. വായനശാല പ്രസിഡന്റ് KV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. VK ഓമന ടീച്ചർ, PV തമ്പാൻ, K സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുറ്റിക്കുരുമുളകിന്റെ ഗുണങ്ങളെക്കുറിച്ചും പരിപാലന രീതികളെക്കുറിച്ചും കർണപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കൃഷി ഓഫീസർ റൂബി ജാനറ്റ് ജോണി സംസാരിക്കുന്നു. കാണാം നെറ്റ്വർക്ക് ന്യൂസിന്റെ കാർഷിക പങ്ക്തി സസ്യാരോഗ്യ പരിപാലനം. ചെടിച്ചട്ടിയിലെ കുരുമുളകാണ്. അത് എല്ലാവർക്കും അധികം പരിചയം ഉണ്ടാവില്ല. കുറ്റിക്കുരുമുളക് എന്ന് പറയും, ഇംഗ്ലീഷിൽ ബുഷ് പെപ്പർ എന്ന് പറയും. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ടെറസിലോ മറ്റെവിടെയെങ്കിലും വെയിലുള്ള സ്ഥലത്ത് വളർത്താൻ പറ്റുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന അടിയിലൂടെ പോകുന്ന വേര് പിടിച്ചിട്ടുള്ള വള്ളി കട്ട് ചെയ്തിട്ടല്ല. സെപ്റ്റംബർ ഫെബ്രുവരി മാസങ്ങളിൽ കുരുമുളക് വരാൻ ചാൻസ് ഉള്ള കണ്ണിത്തലകൾ മുറിച്ച് 3 മുട്ടുള്ള കണ്ണിത്തലകൾ മുറിച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഈ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് നമ്മൾ 1 വർഷം അപ്പം തന്നെ കുരുമുളക് ഉണ്ടായെങ്കിലും വളരെ എക്കണോമിക്കലായിട്ട് 1 വർഷം കൊണ്ട് തന്നെ കഴിക്കും. സാധാരണ കുരുമുളക് 3 തൊട്ട് 5 വർഷം വരെ കഴിക്കാൻ തുടങ്ങുമ്പോൾ കുറ്റിക്കുരുമുളക് 1-ാം വർഷം തന്നെ കഴിച്ചു തുടങ്ങും. ഏകദേശം 1/2 കിലോ തൊട്ട് 1 കിലോ വരെ മുളക് ഇതിൽ നിന്ന്, ഉണങ്ങിയ മുളക് ഇതിൽ നിന്ന് കിട്ടും. 3 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുക, അത്യാവശ്യം വളം കൊടുക്കുക, ജൈവവളമോ അല്ലെങ്കിൽ രാസവളമോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും കുരുമുളക് കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് കുറ്റിക്കുരുമുളക്. അത് നമുക്ക് നമ്മുടെ കൃഷിഭവൻ പരിധിയിൽ കുരുമുളക് സംരക്ഷണ സമിതി ഒരു ആത്മയുടെ ഒരു പദ്ധതി പ്രകാരം കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരു 5000 തൈയുടെ പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. കർഷകർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ 50 രൂപ പ്രകാരം നമ്മുടെ ഈ പദ്ധതിയിൽ നിന്ന് കൊടുക്കുക. ഏതെങ്കിലും കർഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ വലിയ സ്ഥലമോ ഒന്നും ഇല്ലാത്തവർക്കും മറ്റു ഉള്ളവർക്ക് ഈ കുരുമുളക് തൈ അവനവൻ്റെ വീട്ടിൽ നടാം. എല്ലായ്പ്പോഴും കുരുമുളക് എടുക്കാവുന്ന ഈ തൈകൾ പ്രയോജനപ്പെടുത്താം. തൈകൾ കൃഷിഭവനിൽ ലഭ്യമാണ്. കർഷകർക്ക് കോൺടാക്റ്റ് ചെയ്യാം. സെപ്റ്റംബർ ജനുവരി മാസങ്ങളിൽ ആണ് നമ്മളിതിൻ്റെ തൈ മുറിച്ചെടുക്കേണ്ടത്. സാധാരണ കുരുമുളകിൽ നിന്ന് പ്രത്യേകിച്ച് കരിമുണ്ടയാണേലും പന്നിയൂറൊന്നും ഉള്ള കുരുമുളക് വരാനുള്ള കണ്ണിത്തല മുറിച്ച് നമ്മൾ സാധാരണ ചട്ടികളിൽ ചെറിയ ബാഗുകളിൽ മണ്ണ് 2%, 1% മണലും 1% ജൈവവളവും മിക്സ് ചെയ്തിട്ട് അതിൽ വെക്കാം. കട്ട് ചെയ്യുമ്പോൾ വേര് പിടിക്കാനുള്ള ഹോർമോണ് മുക്കാം. അതോടൊപ്പം സ്യൂഡോമോണാസ് ലായനി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതും മുക്കി ഇതിൽ വെച്ചാൽ നല്ല രീതിയിൽ വേര് പിടിക്കും. നമുക്കത് പരിചയപ്പെടാം. ഏത് തലയാണ് എടുക്കേണ്ടതെന്ന് നമ്മുടെ കുരുമുളക് കർഷക സമിതിയിലെ അവർ നിങ്ങളെ പരിചയപ്പെടുത്തും. അത് ഈ കണ്ണിത്തല മുറിക്കുന്നത് പിന്നെ ഒരു 3 മുട്ട് മുതൽ 5 മുട്ട് വരെയില്ലേ തലയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇന്ന് അങ്ങനെ മുറിച്ചെടുത്തിട്ടൊരു 3 തല എങ്കിലും ഒരു കൊട്ടയിൽ നമ്മൾ നടും. കൂടി വന്നാൽ 1 2 മാത്രമേ ബാക്കിയായി കിട്ടൂല. അല്ലാത്തതെല്ലാം ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകും. ഇത് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും മുറിച്ച ഉടനെ കൊട്ടയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇളമ്പച്ചി നവോദയ വായനശാല ഗ്രന്ഥാലയം കലാവേദി വയലാർ അനുസ്മരണവും വയലാർ ഗാനങ്ങളുടെ അവതരണവും സംഘടിപ്പിച്ചു. പ്രകാശൻ കരിവെള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വയലാർ എഴുതുന്നത് മനുഷ്യന്റെ മനസ്സിൽ വിപ്ലവം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന ആശയമാണ്. മനസ്സു മാറാതെ ഒരു സമൂഹത്തിലും വിപ്ലവം സാധ്യമല്ല. ശരീരത്തിലല്ല, ഒരു ആയുധം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നതിന്റെ 100 ഇരട്ടി ശക്തിയിൽ വീണ കൊണ്ട് സാധിക്കുന്നൊരു വിപ്ലവമുണ്ട്. അതിനുമേലാകട്ടെ വാളുകൊണ്ടുള്ള വിപ്ലവം എന്നൊരു ആശയമാണ് സത്യത്തിൽ. വാളല്ലൻ സമരായുധം ക്ഷണധ്വാനം മുഴക്കുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണി പൊന്നീണ വാങ്ങിച്ചു ഞാൻ വയലാർ എഴുതുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അതൊരു പിന്തിരിഞ്ഞ് നടത്തമല്ല. മനുഷ്യന്റെ മനസ്സിന് വിപ്ലവം ഉണ്ടാക്കിയ ശേഷം മാത്രമേ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ വിപ്ലവമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ആശയമായിരുന്നു വയലാറിൻ്റേതെന്ന് പ്രകാശൻ കരിവെള്ളൂർ പറഞ്ഞു. കലാവേദി പ്രസിഡന്റ് കൃഷ്ണദാസ് പലേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രസാദ് പുതിയടത്ത് സ്വാഗതവും OV സുരേഷ് നന്ദിയും പറഞ്ഞു. റേഷൻ കാർഡ് BPL ലിസ്റ്റിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി AV സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരിവരും റേഷൻ കടയ്ക്ക് മുന്നിൽ സമാപിച്ചു. റഷീദ് മുട്ടം, മടപ്പള്ളി പ്രമോദ്, ജിജീഷ് ചൂട്ടാട്, ജമാൽ വിളിയങ്കോട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് പുത്തൂർ പ്രതിഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിസരത്ത് വെച്ച് സൈബർ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്ത് യുവതലമുറയിൽ അറിവും അവബോധവും സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് പുത്തൂർ പ്രതിഭ കുടുംബശ്രീ സൈബർ ക്ലാസ് സംഘടിപ്പിച്ചത്. കൗമാരക്കാരായ കുട്ടികളുടെ ജീവിതത്തെ വഴിതെറ്റിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും പെരുകുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KV രാധാമണി പറഞ്ഞു. പ്രതിഭ കുടുംബശ്രീ പ്രസിഡന്റ് ജാനകി KV അധ്യക്ഷയായി. സെക്രട്ടറി ഇന്ദിര NV സ്വാഗതം പറഞ്ഞു. വഴിതെറ്റുന്ന കൗമാരവും സൈബർ കുറ്റകൃത്യങ്ങളും എന്ന വിഷയത്തിൽ രാധാകൃഷ്ണൻ പെരളം ക്ലാസ് എടുത്തു. പത്മിനി M ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കോലധാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ സ്വർണ്ണപ്രശ്ന ചിന്ത നടത്തിയ ജ്യോതിഷിക്കെതിരെ പ്രതിഷേധവുമായി ഉത്തര കേരള മലയൻ സമുദായോദ്ധരണ സംഘവും വണ്ണാൻ മണ്ണാൻ സമുദായ സംഘവും ചെറുകുന്നിലെ സുഭാഷ് ജോത്സ്യരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ധർണ. കൂത്തുപറമ്പിനടുത്ത് ചെറുവാഞ്ചേരിയിലെ മഹേഷ് പണിക്കറെ അത്യാറക്കാവിൽ നിന്നും ക്ഷേത്രാചാരങ്ങളിൽ നിന്നും തെയ്യം കെട്ടുന്നതിൽ നിന്നും മാറ്റി നിർത്താനും വ്യക്തിഹത്യ നടത്താനുമാണ് ജ്യോതിഷി ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരം ദുഷിച്ച സമ്പ്രദായത്തിൽ പ്രതിഷേധിച്ചാണ് ഉത്തര കേരള മലയൻ സമുദായ സംഘവും വണ്ണാൻ മണ്ണാൻ സമുദായ സംഘവും സംയുക്തമായി
കണ്ണപുരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തെയ്യം കലാകാരന്മാരെ വേട്ടയാടുന്ന സമ്പ്രദായം ഇല്ലാതാക്കണമെന്ന് മഹേഷ് പണിക്കർ പറഞ്ഞു. ജമ്മാരി വാദ്യ കലാകാരനെ കൂടിയായ എന്നെക്കുറിച്ച് ആ ക്ഷേത്രത്തെ വാദ്യത്തിനെ പറ്റിയോ അല്ലെ വാദ്യ സംബന്ധമായും ക്ഷേത്രത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ വെക്കേണ്ടിയുള്ളൂ. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ പറ്റി അയാൾ ഒന്നിക്കൽ ജ്യോതിഷിയോ ശില്പിയായിരിക്കും. ജ്യോതിഷിയാന്ന് തെയ്യം കലാകാരനാണെന്ന് അയാൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ജ്യോതിഷിയാണെങ്കിൽ ഇയാൾ ചെയ്യുന്ന ജ്യോതിഷം ശരിയല്ല, ഇയാൾക്ക് ദൈവാധീനമില്ല, ദൈവാധീനം ഇറങ്ങിപ്പോയിരിക്കുകയെന്ന് ഭഗവതി ഇയാളോട് കോപിച്ചിട്ടുള്ള അവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദ്രവ്യത്തിന് വേണ്ടി മാത്രമാണെന്നും പിന്നെ മദ്യത്തിനടിമയാണ്, മദ്യലഹരിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മം പൂർത്തീകരിക്കുന്നില്ല. സുഭാഷ് പണിക്കർ എൻ്റെ ഒരു കർമ്മം ചെയ്യുന്ന ദിക്കിൽ ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർ തിരിച്ചു എന്നെ കർമ്മം ചെയ്യാൻ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും ഞാൻ കർമ്മത്തിനില്ല. അപ്പോൾ അത് വേറെ ജ്യോതിഷൻ്റെ അടുത്ത് അറിഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്നിട്ടും കൂടി ഇയാൾ വന്നിട്ട് ആ കർമ്മം ചെയ്യുന്നത് മദ്യലഹരിയിലാണെന്ന് പറയുകയും പിന്നെ ഇയാൾക്ക് ഈ ക്ഷേത്ര ഉത്സവകാലത്ത് ഇയാൾക്ക് പല അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി എൻ്റെ അനുജന് ജമ്മാരി സ്ഥാനം കൊടുക്കാനുള്ളൊരു നിലപാടിലേക്ക് ചില ബാഹ്യപ്രേരണകളാലോ അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ടോന്നറിയില്ല ആ രീതിയിലുള്ളൊരു നീക്കം അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ചെറുകുന്ന് കണ്ണപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ TV ഉത്തമൻ, ബാലകൃഷ്ണ പെരുവണ്ണാൻ, P കൃഷ്ണൻ മാസ്റ്റർ, മഹേഷ് പണിക്കർ, ദിനേശൻ പെരുവണ്ണാൻ, ഉണ്ണി പെരുവണ്ണാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പെരളം കൈരളി വായനശാല ഗ്രന്ഥാലയം വയോജന വന്ദനം സംഘടിപ്പിച്ചു. വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാപദം 2016 പരിപാടിയുടെ ഭാഗമായാണ് വയോജന വന്ദനം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളെ നടതള്ളുന്ന പുതിയ കാലത്ത് വയോജനങ്ങൾക്ക് വന്ദനം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി കാലത്തിന് അനുയോജ്യമാണെന്ന് വയോജനങ്ങളെ ആദരിച്ചുകൊണ്ട് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ പറഞ്ഞു. നാടൻ പാട്ടുകൾ പാടുകയും വൃദ്ധജനങ്ങളെ കൊണ്ട് ഏറ്റുപാടിക്കുകയും ചെയ്ത് കൃഷ്ണകുമാർ പള്ളിയത്ത് വയോജനങ്ങളുമായി സംവദിച്ചു. വായനശാല സെക്രട്ടറി സുഭാഷ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുടിവെള്ള പ്രശ്നം പ്രമേയമാക്കി കണ്ണൻ ചെറുകാനം സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിം നീര് സ്വിച്ച് ഓൺ കർമ്മം സിനിമ സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി നിർവഹിച്ചു. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ IT കോളനിയിൽ വെച്ച് നടക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ ഷോട്ടിന് മുൻപായി പൂജയോടുകൂടിയാണ് സ്വിച്ച് ഓൺ കർമ്മം നടന്നത്. പ്രശസ്ത സിനിമ സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി സ്വിച്ച് ഓൺ കർമ്മവും അനുഗ്രഹ ഭാഷണവും നടത്തി. അണിയറ പ്രവർത്തകരും കോളനിവാസികളുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. തുടർന്ന് ആദ്യ ഷോട്ട് ഷൂട്ട് ചെയ്തു. തിരക്കഥയും സംവിധാനവും കണ്ണൻ ചെറുകാനവും, കഥയും നിർമ്മാണവും ശിവപ്രസാദ് S ഷേണായും പ്രൊഡക്ഷൻ കൺട്രോളർ PV ജയദേവനുമാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുത്തൂർ ബഡ്സ് സ്കൂളിന് കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ കൈസഹായം. ക്ലബ്ബ് നൽകിയ ഗ്രൂപ്പ് ഹാൻഡ് വാഷ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ നിർവഹിച്ചു. 12 പേർക്ക് ഒരുമിച്ച് കൈകഴുകാവുന്ന ഉപകരണത്തിന്റെ സമർപ്പണമാണ് ബഡ്സ് സ്കൂളിൽ നടന്നത്. കരിവെള്ളൂർ റോട്ടറി ക്ലബ്ബ് നടത്തുന്ന സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബഡ്സ് സ്കൂളിന് ഈ ഉപകരണം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂളിന് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ചെക്കും തദവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറി. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന കുട്ടികളെ അവരെ പരിപാലിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സ്ഥാപനമാണിത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 2 സ്ഥാപനങ്ങളാണ് ഇന്നലെ പ്രവർത്തിക്കുന്നത്. ഒന്ന് കരിവെള്ളൂർ കേരളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനമാണ്. മറ്റൊന്ന് രാമന്തളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് P കനകരാജൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി, P ചന്ദ്രൻ മാസ്റ്റർ, റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ജയകൃഷ്ണൻ, EP ശശിധരൻ, രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. APP ബാലകൃഷ്ണൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ ഒപ്താൽമിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. അന്ധതാ നിയന്ത്രണത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി. പെരിയാട്ട് കൃഷ്ണപിള്ള സ്മാരക വായനശാല ഗ്രന്ഥാലയം, ദേശീയ അന്ധതാ നിവാരണ സൊസൈറ്റി, മൊബൈൽ ഒപ്താൽമിക് യൂണിറ്റ് കണ്ണൂർ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് വികസന സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയവും പെരിയാട്ട് കൃഷ്ണപിള്ള സ്മാരക വായനശാലയിൽ നടന്നു. തുടർ പരിശോധനയും ചികിത്സയും ആവശ്യമുള്ളവർക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് സൗജന്യമായി ചെയ്തു കൊടുക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ R അജിത നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒക്ടോബർ മാസം 13-ാം തീയതി
ലോക കാഴ്ച ദിനമായ ദിവസം ഇങ്ങനെ ഒരു ബൃഹത്തായിട്ടുള്ള പരിപാടി നടത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് ഈ പരിപാടി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇന്ന് അതിൻ്റെ തീർച്ചയായിട്ടും ആ പരിപാടി നടത്തണമെന്നുള്ള ഒരു ഇവിടുത്തെ വായനശാല പ്രവർത്തകരുടെ നിർബന്ധ ബുദ്ധിയുടെ ഉൾപ്പെടെയുള്ള ഭാഗമായിട്ടാണ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വനജ അധ്യക്ഷത വഹിച്ചു. എം വി കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ രാജേഷ് OT ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പി കുഞ്ഞിക്കണ്ണൻ, വിജയൻ M, CV രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ സീഡ് ഇക്കോ ക്ലബിന്റെയും ഭൂമിത്ര സേനാ ക്ലബിന്റെയും നേതൃത്വത്തിൽ നടത്തിയ കരനെൽ കൃഷി കൊയ്ത്തുത്സവം പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ EV ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. TV പ്രഭാകരൻ മാസ്റ്റർ, K നാരായണൻ, പ്രേമാനന്ദൻ, CV ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ മാർഷൽ അക്കാദമി യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചേതന യോഗ പ്രദർശനവും സെമിനാറും വെള്ളൂർ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യോഗ സംസ്ഥാന ഫാക്കൽറ്റി P ബാലകൃഷ്ണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചേതന യോഗ പ്രദർശനവും സെമിനാറും നടത്തി. ചേതന യോഗ സ്റ്റേറ്റ് ഫാക്കൽറ്റി P ബാലകൃഷ്ണസ്വാമി പിണറായി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആ കലാകാരന്മാരെ വോട്ടില്ല. പക്ഷേ അസേവനെ പദ്ധതി പക്ഷെ പറയാൻ കാരണം നമ്മൾ ദിവസവും നമ്മൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ മോഷ്ടിക്കുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ ജീവനെ കുറേശ്ശെ നമ്മൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മുടെ വീട്ടിൽ 5 സീറ്റ് വിളക്കത്തില്ലേ? ഉണ്ടോ? വിളക്കത്തില്ല നിങ്ങളുണ്ടായ ഉണ്ടോ? 5 സീറ്റ് വിളക്കത്തിൽ ഒരു സാധനം കുറഞ്ഞു പോകുന്നില്ലേ? എന്താ കുറഞ്ഞു പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഡോക്ടർ K രാജഗോപാലൻ, സുഗുണൻ തലശ്ശേരി തുടങ്ങിയവർ ക്ലാസ് എടുത്തു. യോഗ പരിശീലകൻ പ്രേമരാജൻ K യോഗ പ്രദർശനം നയിച്ചു. ഡോക്ടർ കവിത അധ്യക്ഷത വഹിച്ചു. APK ഗംഗാധരൻ യോഗ അവലോകനം നടത്തി. CC കരുണാകരൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു. LIC പയ്യന്നൂർ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന ഡെവലപ്മെന്റ് ഓഫീസർ P മുരളീധരന് ഏജന്റുമാർ യാത്രയയപ്പ് നൽകി. 31 വർഷത്തെ സേവനത്തിന് ശേഷം LIC പയ്യന്നൂർ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന ഡെവലപ്മെന്റ് ഓഫീസർ P മുരളീധരന് ഏജന്റുമാർ ചേർന്ന് യാത്രയയപ്പ് നൽകി. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ നിർവഹിച്ചു. ഈ രാജ്യത്തെ ജനങ്ങളിൽ ഒരു സുരക്ഷിത ബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ LIC വലിയ പങ്ക്. അങ്ങനെ സാമൂഹ്യ ദൗത്യം നിർവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പുതിയ കുറേ മാറ്റങ്ങൾ. CV ദാമോദരൻ സ്വാഗതം ആശംസിച്ചു. KU സുനീത് അധ്യക്ഷത വഹിച്ചു. K കാർത്യായനി, AP മുരളീധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 20 വർഷത്തെ സേവനത്തിന് ശേഷം KSEB പയ്യന്നൂർ സെക്ഷനിൽ നിന്ന് വിരമിക്കുന്ന ഓവർസിയർ AV കുഞ്ഞിക്കണ്ണന് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. എല്ലാവർക്കും വേണ്ടി കുഞ്ഞിക്കണ്ണനെ ഏൽപ്പിച്ചിരിക്കുന്നു. പയ്യന്നൂരിലൊരു സംഘടനക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞിക്കണ്ണൻ്റെ പേരാണ് ഇന്ന് ഓർമ്മ വരാറ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്താ ഒരു കൗൺസിലർ ഇങ്ങനത്തെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്ത് തന്നെയായാലും ഇന്ന് ഞാൻ ഒരു ഓഫീസിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ഓഡിറ്റർ മഞ്ജുള BV ഉദ്ഘാടനം ചെയ്തു. ഡിവിഷണൽ എഞ്ചിനീയർ മധു അധ്യക്ഷനായി. ഷിജു, KKV രാമചന്ദ്രൻ, നാരായണൻ, റോജ, KT പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ തങ്കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച അറിയാം പഠിക്കാം പ്രശ്നോത്തരി 2016 വിജ്ഞാന കൗതുകമുണർത്തി. ഗ്ലോബൽ ടീച്ചേഴ്സ് അവാർഡ് ജേതാവ് ദിനേഷ് കുമാർ തെക്കുംപാട് അവതാരകനായി. കുട്ടികളിൽ വിജ്ഞാന കൗതുകം വളർത്തുന്നതിനും വർത്തമാനകാല അറിവുകളുമായി കുട്ടികളെ ബന്ധപ്പെടുത്തുന്നതിനുമായി തൃക്കരിപ്പൂർ തങ്കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. UP ഹൈസ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ക്യൂസ് മത്സരം 2 പേർ വീതമുള്ള നിരവധി ടീമുകൾ പങ്കെടുത്തു. യുനെസ്കോയുടെ നോഡൽ ഏജൻസിയായ
MVLA ഏർപ്പെടുത്തിയ ഗ്ലോബൽ ടീച്ചേഴ്സ് റോൾ മോഡൽ അവാർഡ് കരസ്ഥമാക്കിയ ദിനേശ് കുമാർ തെക്കുംപാട് മൾട്ടിമീഡിയ ക്യൂസിന് നേതൃത്വം നൽകി. ISന്റെ ഭീകരതയിലേക്ക് വലിച്ചടക്കപ്പെടുകയും അതിദാരുണമാവിധം മൃഗീയമാവിധം പീഡിപ്പിക്കപ്പെടുകയും വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത 2 യുവതികൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആ യുവതികൾക്ക് മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കാര്യം പത്രത്തിൽ കൂടിയാണ് നമ്മളൊക്കെ അറിയുന്നത്. അതിലെ ഒരാൾക്ക് 2 കണ്ണും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് താമിയ ഹാജി ബാഷീർ എന്നാണ്. രണ്ടാമത്തെ വനിത ആരാണ്? 20 ചോദ്യങ്ങളാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉദിനൂരിലെ ശ്രീലക്ഷ്മി PS, ദീപേന്ദു PS എന്ന സഖ്യം 1ാം സ്ഥാനവും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് തൃക്കരിപ്പൂരിലെ രേവതി രാമചന്ദ്രൻ, ലാവണ്യ PV എന്നിവർ 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ സെൻറ്റ് പോൾസ് AUP സ്കൂളിലെ ഗാന വിനോദ്, നന്ദന PV എന്നിവർ 1ാം സ്ഥാനവും ആവണി PV, സാരംഗ് PV എന്നിവർ 2ാം സ്ഥാനവും നേടി. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം PPK പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഇദ്ദേഹത്തിനുള്ള ആയിരക്കണക്കിന് മോശക്കാരുണ്ടാകാം, അത് ഏത് മേഖലയിലുണ്ടാകും. പക്ഷേ ബഹുഭൂരിപക്ഷ അധ്യാപികമാരൊക്കെ തന്നെ കുട്ടികളെ പരമാവധി അറിവുള്ള, ഞാൻ പറഞ്ഞില്ലേ പൊതുവിദ്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറിവല്ല ഉണ്ടാകുന്നത്, അതിനപ്പുറം ഒരു സാമൂഹ്യമായ, അതിനാണ് അവബോധം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായി, ഞാൻ പറഞ്ഞില്ല എത്ര രാഷ്ട്രീയ രോഗികൾ ഉണ്ടായിരുന്നു. 2ാം സ്ഥാനം നേടിയത് ലാവണ്യ PV, GHS സൗത്ത് തൃക്കരിപ്പൂർ. വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നത് ഹോസ്ദുർഗ് താലൂക്ക്. 2ാം സ്ഥാനം നേടിയത് ഗ്ലോബൽ ടീച്ചേഴ്സ് റോൾ മോഡൽ അവാർഡ് 2016 കരസ്ഥമാക്കിയ ദിനേശ് കുമാറിനെ ഉപഹാരം നൽകി അനുമോദിച്ചു. PPK പൊതുവാൾ ഉപഹാര സമർപ്പണം നടത്തി. വായനശാല പ്രസിഡന്റ് E ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല സെക്രട്ടറി P പവിത്രൻ, ജോയിന്റ് സെക്രട്ടറി K സജീവ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോളേജിയറ്റ് എൻട്രൻസ് ഡിവിഷന്റെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ നിർവഹിച്ചു. കോളേജിയറ്റ് എൻട്രൻസ് ഡിവിഷൻ 2016 +1, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച 55ഓളം വിദ്യാർത്ഥികൾക്ക് CED സ്കോളർഷിപ്പും മെമന്റോയും പുസ്തകങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർ പോത്തര കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KU അനിൽകുമാർ സ്വാഗതവും സുജന രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഗിരീഷ് T ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ പോരുമുറുകുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ കേരളത്തിൻ്റെ IASകാരുടെ ഈ തമ്മിൽ തല്ല് ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കുന്ന രൂപത്തിലാണ് നീങ്ങുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സാർ ഇതിന് കർശനമായ നടപടിയെടുത്ത് വേണ്ടുന്നത് ചെയ്യുക. പിണറായി വിജയൻ ഒരു നാടകം കളിക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കി ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തതുപോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അവരായി സംസാരിച്ചുകൊണ്ട് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പിണറായി വിജയനോടും സർക്കാരോടും എനിക്ക് പറയാനുള്ളത്. അതിനെ ഏത് വില കൊടുത്തും ഈ ഭരണവർഗം ഭരണത്തിനെതിരായി ഇത് നടത്തുന്ന ഉദ്യോഗസ്ഥതലത്തിലുള്ള, അതായത് ദൂർത്ത് ഉദ്യോഗസ്ഥതലത്തിൽ മാത്രമല്ല ഏത് രംഗത്ത് അഴിമതി നടന്നാലും അതിന് ധീരമായി ചെറുക്കുക, അതിന് ഏത് മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ധീരമായി നേരിട്ട ജനങ്ങളുടെ ഇടയിൽ നിന്ന് ശക്തമായ പിന്തുണ കിട്ടും. അതിലൂടെ ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. കേരളത്തിൻ്റെ ഭരണത്തിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക. ഈ സംവിധാനം തുടർന്നു പോയാൽ കേരള ജനതയ്ക്ക് ഇന്ന് കാണുന്ന ഒരുപാട് അക്രമങ്ങളും മറ്റും കേരളത്തിൻ്റെ തെരുവീതികളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കാൻ സാധ്യതയുണ്ട്. അടിയന്തരമായി നടപടിയെടുക്കാൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും അടിയന്തരമായി ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ നടപ്പാക്കുമെന്നാണ് എനിക്ക് പറയാം. കേരളത്തിലെ ഭരണസ്തംഭനം മറച്ചുവെക്കാനുള്ള പിണറായി വിജയൻ്റെ ഒരു ഗൂഢതന്ത്രമാണെന്നാണ്
നമുക്ക് തോന്നുന്നത്. സാധാരണ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പോലും നടക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയും പിണറായി വിജയൻ്റെ ഒത്താശയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തുടച്ച് നീക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രിയാണെന്നാണ് തോന്നുന്നു എനിക്ക്. അപ്പോൾ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് IAS അല്ല ഏത് ആൾ വന്നാലും നമുക്കൊരു പ്രശ്നമല്ല ഇവിടെ. ഉദ്യോഗസ്ഥ തലത്തിൽ ഭിന്നിപ്പുണ്ടാക്കി പലതരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പരിപാടി ഉടനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ സർവ്വ വിധത്തിലുള്ള നാശങ്ങളും ഈ കേരളത്തിനുണ്ടാകുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്ത് വീണ്ടും വാഹനാപകടം. KSRTC ബസും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ച് 11 പേർക്ക് പരിക്കേറ്റു. ഇന്ദിരാജിയുടെ സ്മരണയിൽ നാട്. വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. സംസ്ഥാനത്തിന് മാതൃകയാക്കാൻ ആലപ്പടമ്പിൽ കാർഷിക സേന ഒരുങ്ങി. സേനയുടെ ഉദ്ഘാടനം MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലും കോമ്പൗണ്ടിലും മാലിന്യം നിറയുന്നു. ശുചീകരണം നടത്താതെ സ്കൂൾ അധികൃതർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ക്യാൻസർ നിയന്ത്രണ പദ്ധതി 2ാം ഘട്ടത്തിന് തുടക്കം. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.